ഹലോ എവ്രി വൺ. ഇൻ്റർനാഷണൽ ബിസിനസ്സിലെ സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റ് ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ടാണ് ഇവിടെ ഇന്ന് എടുക്കുന്നത്. സോ ഇതിൽ ഗ്ലോബൽ എക്സ്പാൻഷൻ പ്ലാൻ എന്താണ്, അതുപോലെ തന്നെ വാല്യൂ ചെയിൻ അനാലിസിസ് എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാം. Global expansion plan. A corporate global expansion strategy can be thought of as a corporation's formal plan for expanding the reach of its operations into multiple countries throughout the world. എന്താണ് ഗ്ലോബൽ എക്സ്പാൻഷൻ പ്ലാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഗ്ലോബൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, അറൗണ്ട് ദ ഗ്ലോബ് എക്സ്പാൻഡ് ചെയ്യാണ് ഒരു കോർപ്പറേറ്റ്. അതാണ് അവിടെ മീനിങ്. സോ ഒരു കോർപ്പറേറ്റ് അഥവാ ഒരു ഫേം അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ലോകത്തിലെ പല പല സ്ഥലങ്ങളിൽ പല പല മാർക്കറ്റിൽ എത്തിച്ചേരാൻ ശ്രമിക്കുകയാണ്. അതാണ് ആ ഒരു ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഗ്ലോബൽ എക്സ്പാൻഷൻ പ്ലാൻ അല്ലെങ്കിൽ ഗ്ലോബൽ എക്സ്പാൻഷൻ സ്ട്രാറ്റജി എന്നുള്ളത്. ഓക്കെ. So to be global, a company must extend its reach to all major continents across the globe, not just one or two other countries. ഒരു കമ്പനി ഗ്ലോബൽ ആവുകയാണെങ്കിൽ ആ ഒരു കമ്പനി ജസ്റ്റ് അവരുടെ നാഷണൽ ബൗണ്ടറി കടന്നുകൊണ്ട്, അവരുടെ ഡൊമസ്റ്റിക് കൺട്രിയുടെ നാഷണൽ ബൗണ്ടറി കടന്നുകൊണ്ട് ഒന്നോ രണ്ടോ പുറം രാജ്യങ്ങളിൽ മാത്രം എൻ്റർ ചെയ്താൽ പോരാ. അവർ മേജർ കോണ്ടിനെൻസിലെല്ലാവിടെയും അവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അതായത് ഗ്ലോബൽ എന്ന് പറയുമ്പോൾ ആ ഒരു ഗ്ലോബ് അല്ലെങ്കിൽ ആ ഒരു അക്രോസ് ദ വേൾഡ് പല പല രാജ്യങ്ങളിൽ മേജറായിട്ടുള്ള എല്ലാ കൺട്രീസിലും അവർ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവർ ഗ്ലോബൽ ആണ് അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ കമ്പനിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ജസ്റ്റ് ഒന്നോ രണ്ടോ പുറമേയുള്ള കൺട്രീസിൽ മാത്രം അവരുടെ ആക്ടിവിറ്റീസ് നടത്തിയാൽ അത് ഗ്ലോബൽ ആകില്ല. Corporations use a number of tactics to achieve their global expansion plans, including exporting goods, licensing, forming strategic partnerships, acquiring businesses and building new facilities in multiple countries. So, ഒരു കമ്പനി പലതരത്തിലുള്ള തന്ത്രങ്ങൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഗ്ലോബൽ എക്സ്പാൻഷൻ പ്ലാനിൽ എത്തിച്ചേരുന്നത്. അതായത് ഇൻ കേസ് ഒരു കമ്പനിക്ക് ഗ്ലോബലി എക്സ്പാൻഡ് ആകണമെങ്കിൽ അവർ പലതരത്തിലുള്ള ടാക്ടിക്സ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ഫോറിൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ ഒന്നുകിൽ അവരുടെ ഗുഡ്സ് അവർ എക്സ്പോർട്ട് ചെയ്യും, കയറ്റുമതി ചെയ്യും, അതല്ലെങ്കിൽ ലൈസൻസിങ് നടത്തും, പുതിയ പുതിയ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പുകൾ ഫോം ചെയ്യും, പിന്നെ ബിസിനസ്സുകൾ അക്വയർ ചെയ്യും അവിടെ ഫോറിൻ മാർക്കറ്റിൽ പോയിട്ട്, അതുപോലെ പല പുതിയ ഫെസിലിറ്റീസും ബിൽഡ് ചെയ്യുകയും ചെയ്യും. സോ ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഫോറിൻ മാർക്കറ്റിൽ അവർക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്, ഗ്ലോബൽ എക്സ്പാൻഷൻ നടത്താവുന്നതാണ്. An international expansion strategy comprises market entry strategy, including crucial choices in regard to primary market of focus, determination of target customer and channel strategy, resource allocation, product and service value offerings, brand positioning and creation of an operating model. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ എക്സ്പാൻഷൻ സ്ട്രാറ്റജി അഥവാ ഗ്ലോബൽ എക്സ്പാൻഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ അതിലെന്താ ഉണ്ടായിരിക്കുക, ഒരു ഫോറിൻ മാർക്കറ്റിൽ അഥവാ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എങ്ങനെ എൻ്റർ ചെയ്യണം എന്നുള്ളതാണ് അതിലുണ്ടായിരിക്കുക. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ടായിരിക്കും. അതായത് നമ്മൾ ഏത് മാർക്കറ്റ് വേണം ഫോക്കസ് ചെയ്യാൻ, ആരാണ് നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ്, ഏത് ചാനൽ സ്ട്രാറ്റജി ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഏത് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിസോഴ്സസ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം, അതുപോലെ ഏതൊക്കെ പ്രൊഡക്ട്സും ഏതൊക്കെ സർവീസസുമാണ് അവർ ഓഫർ ചെയ്യേണ്ടത്, ബ്രാൻഡ് പൊസിഷനിങ് എങ്ങനെ നടത്തണം, എങ്ങനെ ഒരു ഓപ്പറേറ്റിംഗ് മോഡൽ ഡെവലപ്പ് ചെയ്യണം തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് എ സക്സസ്ഫുൾ മാർക്കറ്റ് പെനട്രേഷൻ സ്ട്രാറ്റജി എൻഷുവേഴ്സ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻഡ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് കോർപ്പറേറ്റ് റിസോഴ്സസ് ആൻഡ് ഹെൽപ്സ് കമ്പനീസ് ടു ഇൻക്രീസ് ദയർ സക്സസ്. ദാറ്റ് മീൻസ് ഒരു നല്ല മാർക്കറ്റ് പെനട്രേഷൻ സ്ട്രാറ്റജി ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ഫോറിൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ കടന്നു ചെല്ലാൻ വേണ്ടിയിട്ട് നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിൽ അത് എന്തിന് തീർച്ചയായിട്ടും സഹായിക്കും എന്നാണ് പറയുന്നത്, കമ്പനിയുടെ അല്ലെങ്കിൽ കോർപ്പറേറ്റിൻ്റെ റിസോഴ്സസിനെല്ലാം ഫേവറബിളായ രീതിയിലും എഫിഷ്യൻ്റ് ആയിട്ടും യൂസ് ചെയ്യാനും, അതുപോലെ തന്നെ കമ്പനിയുടെ സക്സസ്സിലേക്ക് അത് പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കമ്പനിയുടെ സക്സസ് അതിന് ഉറപ്പ് വരുത്താനും നല്ലൊരു സ്ട്രാറ്റജിക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. Next, we are going to look what are the requirements of global expansion strategy. ഒരു കമ്പനി ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവിടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? The global market expansion is an inherently complex process and factors to be considered before global expansion are, അതായത്
ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എത്തിച്ചേരുക അല്ലെങ്കിൽ അവിടെ എക്സ്പാൻഷൻ നടത്തുക എന്ന് പറയുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത്ര എളുപ്പമൊന്നല്ല ഒരു ഫോറിൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ലീഗൽ പ്രസൻസ്, ദാറ്റ് മീൻസ് ലോ ഓർ ദ ലീഗൽ റൂൾസ് ഓർ ലെജിസ്ലേഷൻ പ്രിവെയിലിംഗ് ഇൻ ദാറ്റ് കൺട്രി, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ടാക്സ് റെഗുലേഷൻസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ്. ആ ഒരു കൺട്രിയിലെ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ലോ ഏതൊക്കെയാണുള്ളത്, അത് എങ്ങനെയാണ് നമ്മുടെ കമ്പനീനെ ഇഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. ദെൻ ഹ്യൂമൻ റിസോഴ്സസ് ഓർ ലേബർ റിലേറ്റഡ് ലോസ്, സോഷ്യൽ സെക്യൂരിറ്റി ബേർഡൻ, ദാറ്റ് ഈസ് ആ ഒരു കമ്പനി ആ ഒരു കൺട്രിയിലേക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട അവിടുത്തെ ഗവൺമെൻറ്റിന് അടയ്ക്കേണ്ട ടാക്സസ് എല്ലാം, അതുപോലെ തന്നെ മറ്റ് കോൺട്രിബ്യൂഷൻസ് എന്തെങ്കിലും ഗവൺമെൻറ്റിന് ചെയ്തു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത്, പിന്നെ കംപ്ലയൻസ് റിക്വയർമെൻറ്റ്സ്, എന്തൊക്കെയാണ് മറ്റ് കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഒരു കമ്പനി അവിടെ നിലനിൽക്കുമ്പോൾ അതൊക്കെ. ദെൻ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ആൻഡ് ഗിയറിംഗ് അനാലിസിസ്, ദാറ്റ് ഈസ് ഹൗ മച്ച് ടു ഇൻവെസ്റ്റ് ആസ് ക്യാപിറ്റൽ, ദെൻ ഹൗ മച്ച് ഫണ്ട് മസ്റ്റ് ബി കെപ്റ്റ് ആസ് ഡെപ്റ്റ് ആൻഡ് ഹൗ മച്ച് ടു ബി കെപ്റ്റ് ആസ് ഇക്വിറ്റി. ദെൻ ക്യാപിറ്റൽ റീപാട്രിയേഷൻ, അതായത് നമ്മൾ ആ ഒരു ഫോറിൻ മാർക്കറ്റിൽ ചെയ്യുന്ന അവിടെ സെയിൽസ് എല്ലാം നടത്തി അവിടുത്തെ ഫോറിൻ കറൻസി ആയിരിക്കില്ല അവിടെ ഉണ്ടാവുക, അതിനെ തിരിച്ച് ആ ഒരു ഫണ്ട് നമ്മൾ നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രിയിലോട്ട് കൊണ്ടുവരികയാണ്. അതല്ലെങ്കിൽ അവിടുത്തെ ഫോറിൻ കറൻസി നമ്മൾ ലോക്കൽ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദ റിട്ടേൺ ഓഫ് ദ ക്യാപിറ്റൽ ഫ്രം ദ അബ്രോഡ് കൺട്രി ടു ദ ഒറിജിനൽ ഓർ ഡൊമസ്റ്റിക് കൺട്രി. ദെൻ ഫണ്ടിങ് ദ ലോക്കൽ ഓപ്പറേഷൻസ്, അവിടുത്തെ ലോക്കൽ ആക്ടിവിറ്റീസിന് വേണ്ടി ഫണ്ട് കൊടുക്കുന്നത്. ബാങ്കിങ് റിലേഷൻസ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സ് ആപ്ലിക്കബിൾ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്സ്, ഇമ്പോർട്ട് എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സ്, ഇമിഗ്രേഷൻ ആൻഡ് വർക്ക് പെർമിറ്റ് റിക്വയർമെൻറ്റ്സ് എക്സെട്ര. ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗ്ലോബൽ എക്സ്പാൻഷനിലോട്ട് പോകുന്നതിന് മുന്നേ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, എന്നിട്ട് മാത്രമേ നമ്മൾ അതിലേക്ക് പോകാവൂ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ഗ്ലോബൽ എക്സ്പാൻഷൻ. അതായത് ഗ്ലോബലി എക്സ്പാൻഡ് ആകുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ് ഇസ് പ്രോസ് ഓഫ് ഗ്ലോബൽ എക്സ്പാൻഷൻ. അതായത് ഗ്ലോബലി എക്സ്പാൻഡ് ആകുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ആ കമ്പനിക്ക്. ആക്സസ് ടു ന്യൂ റീജിയണൽ മാർക്കറ്റ്സ് ഫോർ പ്രൊഡക്ട്സ് ആൻഡ് സർവീസ്, പുതിയൊരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നു. അവർക്ക് അവിടെ അവരുടെ പ്രൊഡക്ട്സ് ഓഫർ ചെയ്യാം, സർവീസസ് റെൻഡർ ചെയ്യാവുന്നതാണ്. അധികം ഡെവലപ്ഡ് ഒന്നും അല്ലാത്ത എക്കണോമിയിലെ കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇങ്ങനെ ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ. കാരണം അവർക്ക് അവരുടെ ഗ്രോത്ത് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ചില റീജിയൺ ഉണ്ട്, യൂറോപ്യൻ യൂണിയൻ പോലുള്ള അപ്പോൾ അവരൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്പൺ മാർക്കറ്റ് അപ്രോച്ചാണ് അവർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് അവരുടെ ആ യൂറോപ്യൻ യൂണിയനിലുള്ള മെമ്പർ സ്റ്റേറ്റ്സിന് എന്താണ് അവിടെ ഈസി ആയിട്ട് എൻ്റർ ചെയ്യാവുന്നതാണ് ആ മാർക്കറ്റിൽ, എന്നിട്ട് അവരുടെ ട്രേഡ് നടത്താവുന്നതാണ്. അപ്പോൾ അവർക്ക് ഫുൾ ഫ്രീഡം, അല്ലെങ്കിൽ അവർക്ക് അത്രയും ഫേവറബിൾ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് ആ ഒരു കമ്പനിയുടെ പ്രൊഡക്ട്സ് വിൽക്കാൻ. ഓക്കെ, അപ്പോൾ ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബ്രാൻഡ് റെക്കഗ്നീഷൻ. പല പല സ്ഥലത്ത് ബ്രാഞ്ചസ് തുടങ്ങുന്നതിലൂടെ നമുക്ക് പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ സാധിക്കും. അവിടെ ഒരു ക്രെഡിബിലിറ്റി, ആ ഒരു കമ്പനിയുടെ ക്രെഡിബിലിറ്റി ഇൻക്രീസ് ചെയ്യാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഇസ് ലെസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കമ്പനീസിന് വേണമെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ മറ്റ് സ്ഥലത്തേക്ക് അല്ലെങ്കിൽ മറ്റുള്ള കൺട്രീസിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യാം. അപ്പോൾ അവർ അങ്ങനെ ഔട്ട്സോഴ്സിങ് നടത്തിക്കഴിഞ്ഞാൽ അവിടെ ചിലവ് വളരെ കുറവായിരിക്കും. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൻ്റെ ആയിക്കോട്ടെ, ലേബേഴ്സിൻ്റെ ആയിക്കോട്ടെയൊക്കെ എക്സ്പെൻസസ് വളരെ കുറവായിരിക്കും. അത് എന്തിന് റിസൾട്ട് ചെയ്യും, പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ദെൻ യൂസ് ഓഫ് ഫ്രീ ട്രേഡ് സോൺസ്. മിക്ക രാജ്യങ്ങളും ഫ്രീ ട്രേഡ് സോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഫോറിൻ കമ്പനീസ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി, അവരെ ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. അങ്ങനെ അവർ പല പല ഫെസിലിറ്റീസൊക്കെ അവിടെ ആ ഒരു ട്രേഡ് സോണിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഒരു ഫ്രീ ട്രേഡ് സോൺ ഉണ്ട് അവർക്ക്. അവിടെ സിമ്പിളായിട്ടുള്ള ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടാക്സ് സ്ട്രക്ചറൊക്കെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള ആക്സസ് നടത്താൻ സാധിക്കും മിഡിൽ ഈസ്റ്റേൺ മാർക്കറ്റുകളിലൊക്കെ. അവിടെ ലോക്കൽ മെജോറിറ്റി ഓണർഷിപ്പോ ഒന്നിൻ്റെയും ആവശ്യമില്ല, അത്രയും എളുപ്പം ആക്സസ് ചെയ്യാൻ സാധിക്കും ആ മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രോസ് പറയുന്നത് അല്ലെങ്കിൽ മെറിറ്റ്സ് പറയുന്നത് ഗ്ലോബൽ എക്സ്പാൻഷൻ്റെ. നെക്സ്റ്റ് ഇസ് കോൺസ് ഓഫ് ഗ്ലോബൽ എക്സ്പാൻഷൻ. ഫസ്റ്റ് വൺ ഇസ് ഇൻകോർപ്പറേഷൻ, കോസ്റ്റ് ആൻഡ് റെഗുലേഷൻസ്. അതായത്
ഒരു കമ്പനി സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷൻ ഫെസിലിറ്റി സെറ്റപ്പ് ചെയ്യുകയാണ്, അതല്ലെങ്കിൽ ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങുകയാണ് ഫോറിൻ മാർക്കറ്റിൽ, ഫോറിൻ കൺട്രിയിൽ എൻ്റർ ചെയ്തിട്ട് എന്നൊക്കെയാണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ നടത്തേണ്ടി വരും. അതായത് പുതിയതായിട്ടൊരെണ്ണം സ്റ്റാർട്ട് ചെയ്യല്ലേ ഒരു സംരംഭം, അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ, അതാണ് ഇൻകോർപ്പറേഷൻ പറഞ്ഞാൽ ഈ രജിസ്ട്രേഷനാണ് ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് പല പല തടസ്സങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എക്സ്പെൻസസും വരാൻ സാധ്യതയുണ്ട്. അത്ര എളുപ്പത്തിൽ ഗ്ലോബലി എക്സ്പാൻഡ് ആകാൻ സാധിക്കില്ല. അതിൻ്റേതായ ചിലവുകളും ടൈമും എഫേർട്ടും ഒക്കെ എടുക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇസ് കൾച്ചറൽ ആൻഡ് ലാംഗ്വേജ് ബാരിയേഴ്സ്. നമുക്കറിയാം മറ്റൊരു രാജ്യത്ത് പോയിട്ടാണ് നമ്മൾ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അവിടേക്കും കൂടെ എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക്. അപ്പോൾ ഈ യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ പോലുള്ള പല റീജിയണൽ മാർക്കറ്റിലും ഈ പറഞ്ഞ പോലെ കൾച്ചറൽ ബാരിയേഴ്സ് അല്ലെങ്കിൽ ലാംഗ്വേജ് ബാരിയേഴ്സ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ പല തരത്തിലുള്ള കൾച്ചറൽ ആൻഡ് ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടായിരിക്കും. അത് നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയുടെ സംസ്കാരം എന്തോ അല്ലെങ്കിൽ ഇന്ത്യയുടെ രീതികൾ എന്തൊക്കെയാണോ അതേ ഒരു ഇതല്ല മറ്റുള്ള രാജ്യങ്ങളിലും ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കൾച്ചറായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തടസ്സങ്ങൾ എത്രയ്ക്കായാലും ഉണ്ടായിരിക്കും. ദെൻ അറ്റ് ലാസ്റ്റ് ടൈറ്റനിങ് ഇമിഗ്രേഷൻ റൂൾസ്. ദാറ്റ് ഈസ് ഇമിഗ്രേഷൻ റൂൾസ് ഉണ്ടായിരിക്കും ഈ ലോങ് ടേം വർക്കേഴ്സിനൊക്കെ. അതായത് ഒരു പുതിയ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ അതിൻ്റെ എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള പല നിയമങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മളൊരു പുതിയ രാജ്യത്ത് പോയി ഒരു ബ്രാഞ്ച് സെറ്റപ്പ് ചെയ്യുന്നു, അവിടെ പ്രൊഡക്ഷൻ തുടങ്ങുന്നു, അവിടെ ആൾക്കാരെ ഓഫീസ് സ്റ്റാഫുകളായിട്ട് നിയമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ഇമിഗ്രേഷൻ പ്രശ്നങ്ങളൊക്കെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ അതിന് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ തടസ്സങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ഗ്ലോബൽ എക്സ്പാൻഷനിലോട്ട് പോകുന്ന ടൈമിൽ എന്നാണ് പറയുന്നത്. സോ ഇത്രയാണ് ഡീമെറിറ്റ്സ് ഗ്ലോബൽ എക്സ്പാൻഷൻ്റെ. സോ ഇൻ ടുഡേയ്സ് ക്ലാസ് വി ഹാവ് ഡിസ്കസ്ഡ് വാട്ട് ഈസ് ഗ്ലോബൽ എക്സ്പാൻഷൻ സ്ട്രാറ്റജി, what are the requirements for global expansion, what are the pros and cons of global expansion. So hope you all have understood the topic. Thank you.